ഹലോ എവരി വൺ, വെൽക്കം ടു മാപ്സ്ടെക് മീഡിയ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് മലയാളികൾക്ക് ഭയങ്കര സുപരിചിതമായ രണ്ട് പേരാണ്. നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചൊക്കെ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്ത രണ്ടുപേര്. അപ്പോൾ വേറെ ആരുള്ളത് ജയശങ്കർ ചേട്ടനും പ്രിയങ്ക ചേച്ചിയാണ്. വെൽക്കം ടു മാപ്സ്ടെക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അപ്പോൾ നമ്മുടെ ഒരു സിനിമ ഇങ്ങനെ റിലീസിന് പറയുകയാണ്, സൂപ്പർ ജിംനി അല്ലേ? അപ്പം അതിനെ പറ്റിയിട്ട് കൂടുതൽ വിശേഷങ്ങൾ പറയാമോ? നിങ്ങളുടെ ക്യാരക്ടർ ഇങ്ങനെയൊക്കെയെന്നെല്ലാം ആരാധന പറയുന്നത്? എനിക്ക് അങ്ങനെ വലിയ എന്താ പറയാ, പ്രത്യേകിച്ച് ഒരു ഭയങ്കര ഗിമിക്സ് കാണിക്കുന്ന ക്യാരക്ടർ ഒന്നുമല്ല. ഒരു ഈ പടത്തിനകത്ത് സൂപ്പർ ജെമിനി എന്ന് പറഞ്ഞ പടത്തിനകത്ത് എല്ലാവരും ഒരു നാടൻ രീതിയിലുള്ള അപ്രോച്ചാണ് ഈ പടത്തിൽ വന്നിരിക്കുന്നത് മുഴുവൻ. അപ്പം അതിനകത്ത് ഒരു എന്താ പറയാ, ആ നാട്ടിലുള്ള ഒരു സാധാരണ ഒരു സ്ത്രീ കുറച്ച് തൻ്റെടിയായിട്ട് ഈ നമ്മുടെ ഈ എന്താ പറയാ കുടുംബശ്രീയിലൊക്കെ പോകുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ. കുറച്ച് തൻ്റെ ഉണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമില്ല. പക്ഷെ പടം നല്ലൊരു എന്താ പറയാ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റിയൊരു പടമാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചുള്ള ഒരു കുറെ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതിനോടൊപ്പം തന്നെ സഞ്ചരിക്കാനാണ് ഈ പടം നോക്കിയിട്ടുള്ളത്. ഇതിനകത്ത് കുറെ ട്വിസ്റ്റുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പടങ്ങൾ കണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഞങ്ങളായിട്ടൊന്നും പറഞ്ഞ് അധികം തരുന്നില്ല. പിന്നെ ചേട്ടൻ്റെ ക്യാരക്ടർ ഞാൻ കുറച്ചൊക്കെ കണ്ടാണ്. അസാധ്യമായ ക്യാരക്ടറാണ് വിളിച്ച് ചെയ്തിരിക്കുന്നത്. കൂടുതൽ പറയാമോ? എന്ത് ക്യാരക്ടറാണ്? ഈ പടത്തെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഒരു ടീനേജ് ഗേള്, ഒരു കുട്ടിക്ക്, ഇപ്പോൾ ഒരു പെൺകുട്ടി അവൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, അവൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, അവൾക്കുണ്ടാകുന്ന വെല്ലുവിളികൾ, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രമേയം. അത് ആ ഒരു സംഗതികളൊക്കെയാണ് ഇതിന് അഡ്രസ്സ് ചെയ്യുന്നത് ഈ ഫിലിം. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങനെ സാധാരണ ഈ അടുത്തൊന്നും അങ്ങനെ പടം വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ ഒരു ഗ്രാമമായതുകൊണ്ട് അതിനകത്തുള്ള നിഷ്കളങ്കതയും, പിന്നെ അതുപോലെ തന്നെ ഗ്രാമത്തിലും ഉണ്ടല്ലോ ഇപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളും വന്നു പോകുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. എല്ലാ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തവർക്ക് പോലും ഒരു ഐഡൻറ്റിറ്റി കിട്ടുന്ന മാതിരി ഒരു സ്പേസ് ഉള്ള ഒരു ചിത്രമാണ്. എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് സാധാരണ ഗ്രാമപ്രദേശത്തൊക്കെ കണ്ടു പരിചിതമായിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചെറിയ കഥാപാത്രമാണ്. ഇപ്പം ചേട്ടൻ്റെ ആണെങ്കിലും ഈ ഗ്രാമപ്രദേശമായിട്ട് ഒരു റിലേറ്റഡ് ഒരുപാട് കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആണോ ഈ ഒരു കഥാപാത്രം? എന്തെങ്കിലും ഒരു എടുത്തു പറയാനുള്ള ഒരു ക്യാരക്ടർ? എല്ലാവരോടും വലിയ സ്നേഹവും, ഈ കുട്ടിയോടും, പിന്നെ കൊച്ചുമകളാണ്, അപ്പം ആ കുട്ടിയോടുമൊക്കെ വളരെ സ്നേഹമാണ്. പക്ഷെ ഇയാളുടെ ഒരു ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പല രീതിയിലും ലഹരിക്ക് കഴിച്ചിട്ട് അടിമാവുന്നു. അപ്പോൾ സ്നേഹമുള്ള സമയത്തുള്ള ഒരു പെരുമാറ്റവും മറ്റുമായിട്ട് കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു കഥാപാത്രം. അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. ഈ അടുത്തൊരു ന്യൂസ് ഉണ്ടായിരുന്നോ, ലഹരി കൊണ്ട് മകൻ അമ്മയെ കൊലപ്പെടുത്തി വളർത്തി എന്ന് പറഞ്ഞ ഒരു റീസൺ കൊണ്ട്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞല്ലോ ചേട്ടൻ, ലഹരി ഉപയോഗിക്കുമ്പോഴും അല്ലാത്തപ്പോഴും രണ്ട് ക്യാരക്ടറാണ്. അപ്പൊ ഈ നമ്മുടെ ഈ സിനിമയിൽ ആ ഒരു ട്രെയിലർ കണ്ടപ്പോഴും ലഹരിനെ പറ്റിയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തോന്നി. അപ്പൊ ഈ സിനിമയിൽ ആ ഒരു സബ്ജക്റ്റിനെ പറ്റി എത്രത്തോളം ഡിസ്കസ് ചെയ്യുന്നുണ്ട്? ലഹരി ഇപ്പം നമ്മൾ ഈ സിനിമയിൽ ഇപ്പോൾ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ അനുകരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം പുതിയൊരു പടം ഇറങ്ങിയിട്ടുണ്ട്, അതിനകത്ത് എന്തൊക്കെ കാണിക്കുന്നുണ്ട്? തോക്കുകൊണ്ട് വെടിവെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഇതൊക്കെ അനുകരിക്കാൻ നോക്കി കഴിഞ്ഞാൽ നടക്കണ കാര്യമാണ്. അഭിനയിക്കുന്നത് നമ്മൾ ആ ഓരോ പടങ്ങളിൽ ലഹരി ആണെങ്കിൽ എന്താണ് അത് അനുകരിക്കുക എന്നുള്ളതല്ല, അതിലുള്ള ദൂഷ്യവശങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഒരു പടം കാണിച്ചു കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ വെടിവെച്ചുകൊണ്ട് നടക്കുമ്പോൾ തോക്കും കൊണ്ട് നമ്മളൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ പടത്തെ തോക്കും കൊണ്ട് നടന്നാൽ മതിയോ? ഇപ്പൊ ഉണ്ണിമൂന്നിന്റെ ഹിറ്റ് ഒരു പടമുണ്ട്, എല്ലാവരും കുത്തലും കൊല്ലനൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇപ്പം നടക്കണ കാര്യമാണോ? അപ്പം ലഹരി എന്ന് പറയുന്നത് അതൊരു കാരണമാണ് സിനിമയിൽ കണ്ട് അനുകരിക്കാൻ. അങ്ങനെ അനുകരിച്ചൊന്നും സിനിമയിലൊന്നും ഒരു കാര്യങ്ങളും ജീവിതത്തിലോട്ട് കൊണ്ടുപോകാൻ ഒരു മനുഷ്യർക്കും സാധിക്കില്ല. അതൊക്കെ അതിന് എന്താ പറയാ, ബീറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പൊ ഇപ്പൊ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ലോകത്തിൽ നടക്കുന്ന ഏതെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെ വന്ന് സംഭവിക്കുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ ചില കുട്ടികളുടെ മനസ്സിൽ ഇപ്പോഴേ നമ്മളത് ആദ്യമേ ശ്രദ്ധിക്കണം. കുട്ടികൾ ഒരു 15-16 വയസ്സ് വരെ ഞാനൊരു അമ്മയാണ്, എൻ്റെ മോന് 15 വയസ്സ്. എൻ്റെ മോൻ എങ്ങനെ പോകുന്നു, മൊബൈൽ കൂടുതൽ ഇതൊക്കെ നോക്കേണ്ടത് രക്ഷാകർത്താക്കളുടെ കടമ തന്നെയാണ്. അവരിങ്ങനെ പോകുന്നു. പിന്നെ ഒരു പരിധി ഉണ്ട് നമുക്കാണ് നോക്കാൻ.
ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത് ഇങ്ങനൊരു സംഭവം റെയറായിട്ട് വന്നൊരു സംഭവമാണ്. പക്ഷെ ആ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു മാനസിക, ഞാൻ അമ്മ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി കേട്ടപ്പോൾ. കാരണം ഒരു കുട്ടി ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ അമ്മ ഇത്രയും വളർത്തിയതല്ലേ. അപ്പോൾ അത് കുറെ അല്ലാത്ത രീതിയിലാണ് നമ്മൾ ഇതിനെ പ്രതികരിക്കേണ്ടതും അത് ബോധവൽക്കരിച്ച് കൊടുക്കേണ്ടതൊക്കെ അല്ലാത്ത രീതിയിലാണ് കുട്ടികളെ ആണെങ്കിലും. അത് ഇല്ലാതെ കുറെ ഗൈഡൻസ് ഇല്ലാത്തതിന്റെ കുറവായിരിക്കും ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ഈ പടത്തിനകത്തും ഈ പറഞ്ഞ പോലെ കുറെ ലഹരിയുടെ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. എൻ്റെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്ന രാജേഷ് കോമരാജേഷ്, പുള്ളി സ്ഥിരം വെള്ളടിക്കണതാണ്. ആ വെള്ളടിക്കുന്ന ആള് ഞാൻ നല്ല അടിയും കൊടുക്കുന്നുണ്ട്, ഓടിച്ചു വിടുന്നുണ്ട്, അങ്ങനത്തെ സീൻസും ഉണ്ട്, ഒക്കെ ഉണ്ട്. എന്താ വെച്ചാൽ പടത്തിനകത്ത് നമ്മൾ ലഹരി എന്നൊക്കെ പറയണത് ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ കാണിക്കുന്ന കുറേ അവർക്ക് ഇഷ്ടപ്പെടുന്ന. ഇപ്പം ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ഞാൻ ഈ കള്ളു കുടിക്കുന്നതിനെതിരെ ഞാൻ പറയാറില്ല, ആവശ്യത്തിനൊക്കെ കഴിക്കണമെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അത് ഒരു പരിധി വരെ ഇപ്പൊ പാടത്ത് പണിയെടുത്ത് കഴിഞ്ഞു വരുന്നവനും ഒരു കുപ്പി മേടിച്ച് 2 അടിക്കുമ്പോഴാണ് അവനൊരു സുഖം കിട്ടുന്നത്. അത് ഒരു ഇതായി പോയി. പിന്നെ അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങ് നിർത്തണം. എന്താ നിർത്താത്തത്? കിട്ടേണ്ട ആൾക്കാർക്ക് ഇത് കിട്ടാൻ വേണ്ടി ഇതിങ്ങനെ കൊടുക്കും. വേറെ എന്തെങ്കിലും നിർത്തില്ലേ? എത്രയോ നല്ല കാര്യങ്ങൾ വേറെ ഉണ്ട്. ഇത് നിർത്തണമല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കും, ഈ ബെവറേജിനാണ് എന്ത് സ്നേഹമായിട്ട് എല്ലാവരും ക്യൂ നിൽക്കുന്നത്, എന്തെങ്കിലും പ്രശ്നം അല്ലേ? എന്തെങ്കിലും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ലഹരിയും കാര്യങ്ങളൊക്കെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അമേരിക്കയിലാണേലും ഏത് വിദേശ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മൾ അതിനെ ഒരു പരിധി വെച്ച് കഴിക്കുക. കുടുംബത്തിനെ നോക്കുമ്പോഴാണ്. ഇപ്പൊ എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ കഴിക്കുന്നതിനും ഞാൻ എതിർപ്പില്ല, ഞാൻ വേണ്ടി മേടിച്ചു കൊടുക്കുന്ന ആളാ. കാരണം എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. നമ്മളാണ് പ്രശ്നം. ഇപ്പം ഞാൻ ഒരു കാര്യം എപ്പോഴും പറയാറുണ്ട്, കഴിക്കുന്നവരോട് നമ്മൾ കഴിക്കരുത്, ശരിയല്ല, വഴിക്കും ബഹളമായി കഴിഞ്ഞാൽ അവർ പുറത്തു പോയി ഒരെണ്ണടിക്കേണ്ട അടുത്ത് 10 അടിക്കും. ആ നേരം നമ്മൾ വീട്ടിലൊന്ന് പറഞ്ഞു നോക്കി, ഇവിടെ നിന്ന് കഴിച്ചോ, ഞാൻ ചിക്കൻ ഉണ്ടാക്കി തരാലോ. അത് 1 2 ഒതുങ്ങാണ്. വാശിയും കാര്യങ്ങളും ആണുങ്ങൾക്കാണെങ്കിലും കൂടുതൽ കൊടുക്കുന്നവർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വേണ്ടാന്നൊക്കെയാണ് നിൽക്കുന്ന കാര്യങ്ങൾ. കാരണം ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾ നോക്കുക, TV തുറന്നു കഴിഞ്ഞാലും എല്ലാ ന്യൂസുകളും അതാത് സമയം നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റില്ലേ? ഇല്ലേ? പിന്നെ എന്തിനാണ് ഈ കഴിക്കുന്നവർ ഈ മാതിരി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണം? അങ്ങനെ ഇത് ചില മാനസികാവസ്ഥയിൽ ഒരു സെക്കൻഡിൽ ചിന്തിച്ചു പോകുന്നതായിരിക്കും ആ കുട്ടി ആ അമ്മയെ ചെയ്തത്. ഞാൻ ആ കുട്ടീനത് പറയല്ല, ചിലപ്പോൾ ആ ഒറ്റ സെക്കൻഡായിരിക്കും അവനത് കിട്ടാത്തതിൻ്റെ ദേഷ്യം. നമുക്കുണ്ടല്ലോ മക്കൾ, അപ്പോൾ നമുക്ക് ആ ദേഷ്യം നമുക്ക് മനസ്സിലാവും. ഞാൻ അതിനൊന്നും പറയാം, എനിക്ക് കേട്ട ഭയങ്കര സങ്കടം തോന്നി. എന്നാന്ന് വെച്ചാൽ അമ്മയുടെ ഒരു അവസ്ഥ എന്തായിരിക്കുമെന്ന്. അത് ചിലർ പറയും ഇതൊക്കെ സിനിമയിൽ നിന്ന് കിട്ടുന്നതാണ്. അതിനോട് ഞാൻ യോജിക്കും. ഇല്ല, സിനിമയിൽ നിന്ന് കിട്ടുന്നൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെയൊക്കെ സമീപ പ്രദേശങ്ങൾക്ക് സമാനമായ ഒത്തിരി കഥകൾ എനിക്ക് ഞാൻ വിറ്റ്നസ് ആയിരുന്നു. മീൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. അറിയുന്ന ആൾക്കാർ അവിടെ ഇങ്ങനെ പിള്ളേർ അമ്മ ഉപദ്രവിച്ച കേസൊക്കെ നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാനൊക്കെ വളരെ ചെറുപ്പത്തിലേ വണ്ടിയൊക്കെ ഓടിക്കാൻ തുടങ്ങി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ വണ്ടി ഓടിച്ച് വഴിയെ പോകാനായിട്ട് ഭയങ്കര പാടാണ്. കാര്യം എന്താണ്, അതുപോലെ അസഹിഷ്ണുമായി മനുഷ്യൻ. പിന്നെ ഇപ്പം ഞാൻ പറയാം, ഇപ്പം നിങ്ങളൊരു മീഡിയ ചെയ്യുന്നു. നേരത്തെ എൻ്റെയൊക്കെ ഞങ്ങളുടെയൊക്കെ ബാല്യം എന്ന് പറയുമ്പോഴത്തേക്ക് അന്നൊരു മീഡിയ ആയിരിക്കും ചിലപ്പോൾ ഒരു വാർത്ത വിടും. അപ്പോൾ ആ മീഡിയ വാർത്ത വിടുമ്പോൾ ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ആ റിപ്പോർട്ടൊരു സുപ്പീരിയറിന് കൊടുക്കുന്നു. ആ സുപ്പീരിയർ അതിനെ ഒന്ന് നോക്കുന്നു. സുപ്പീരിയറിന് ഒരു വേർഷൻ കാണും. ആ സുപ്പീരിയർ ചിലപ്പോൾ അതിനെ ഒന്ന് കയറി മുറിക്കും. അതല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കും. ചിലപ്പോൾ ഈ റിപ്പോർട്ടറുടെ വേർഷനായിരിക്കും അവിടെ വന്നിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും ആ രീതിയിലായിരിക്കത്തില്ല വാർത്ത കൊടുക്കുക. അത് കഴിഞ്ഞാൽ അതിനൊരു സുപ്പീരിയർ ഉണ്ടാവും, അങ്ങനെ എഡിറ്റർ ഉണ്ടാവും. അപ്പോൾ അവർ ഇത് പലരുടെ ഒരു സംഭവമാണ്. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ മിക്ക ആർട്ടിസ്റ്റുകളും ഇപ്പോൾ ഫേസ്ബുക്കൊന്നും വലിയതായിട്ട് ഫോളോ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആർക്കും കയറി എന്തും പോസ്റ്റ് ചെയ്യാം. പിന്നെ അത് പോസ്റ്റ് ചെയ്ത് അടി വരുന്ന കമൻസുകൾ വായിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വീട്ടിൽ ആൾക്കാരില്ലെന്ന് നമ്മൾ ആലോചിച്ചു പോകും. അതുമാതിരി പദങ്ങളാണ് പ്രയോഗിക്കുന്നത്. അസഹിഷ്ണുത ഭയങ്കരമായിട്ട് കൂടി മനുഷ്യൻ. അതൊരിക്കലും സിനിമ കൊണ്ടുണ്ടായതാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ അതിനകത്ത് അതിന് വരുന്ന കമൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും, ഇപ്പം ഞാൻ കാണുന്നതും ഞാനൊരു കമൻറ്റ് വായിക്കുന്നു, അല്ല ഒരു വാർത്ത വായിക്കുന്നു, അതിൻ്റെ ഞാൻ കാണുന്ന വേർഷനായിരിക്കത്തില്ല പ്രിയയുടെ മനസ്സിൽ അന്നേരം കിട്ടുന്ന വേർഷൻ. അപ്പോൾ ഓരോരുത്തർക്കും അവർക്ക് ഡയറക്റ്റ് ഇതിനകത്ത് പോയി അവർ കമൻ്റ് അങ്ങ് ഇടുകയാണ്. ഇത് വായിക്കുകയാണ് കുറേ പേര്. അപ്പോൾ സിനിമ ഇറങ്ങുന്നു. എനിക്കിഷ്ടമില്ലാത്ത സിനിമ കാണും, ഇഷ്ടമുള്ള സിനിമ കാണും. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു ഫാക്ടർ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ നിശ്ചിതമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ വരെ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുക. ഭയങ്കര എന്താ പറയാ, ഭയങ്കര തെറി വിളിക്കുന്ന രീതിയിൽ ആ രീതിയിലാണ് ഇപ്പം കാര്യങ്ങൾ പോകുന്നത്. അപ്പം പ്രിയ ഒരു വാർത്ത ഇടുന്നു,
അതിനെ ഭയങ്കര തെറിവിളിയായിട്ട് അടുത്ത വാർത്ത വരുന്നു, അതിനെ തെറിവിളിച്ചുകൊണ്ട് അടുത്ത വാർത്ത വരുന്നു. അപ്പം മനുഷ്യന് ഈ വഴിയൊക്കെ വണ്ടി ഓടിച്ചപ്പോൾ പേടിയാന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നമ്മൾ മര്യാദയ്ക്ക് പോയെന്ന് പറഞ്ഞാൽ പോലും ഇതൊക്കെ വന്നു കയറും. എന്നിട്ട് ചോദിക്കുന്നത് എന്തോ കൈയൊക്കെ എടുത്ത് ചോദിക്കുക. ചിലപ്പോൾ ഇത് അക്രമത്തിലേക്ക് പോയി ഒത്തിരി കഥകളുണ്ട്. SIക്കിട്ട് വരെ അക്രമം ഉണ്ടായ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ പേപ്പറിൽ. അപ്പം അത് ഒരിക്കലും ഒരു സിനിമ കൊണ്ടുണ്ടായതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിനിമ മാത്രമല്ല, നമ്മുടെ ഈ സമൂഹത്തിൽ കാലക്രമേണ വന്ന ഒരു മൂല്യച്യുതിയാണ്. അപ്പൊ ഈ സിനിമയിൽ കാരണം കൊണ്ട് ഒരുപാട് പേര് ഇങ്ങനെ മോട്ടിവേറ്റ് ആവുന്നു, അല്ലെങ്കിൽ അത് കണ്ടു പഠിക്കുന്നു എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ ഈ അടുത്തൊരു പ്രസ്ഥാനം വന്നതാണ്, സീരിയൽ കണ്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, കുറെ കുശുമ്പ് കുന്നായ്മ അങ്ങനെയൊക്കെ വരുന്നു എന്നൊക്കെ. അപ്പൊ അതിനോട് യോജിക്കും. അതെ ഞാൻ പറയാം, എന്തുകൊണ്ടാണ് ഇതിനകത്ത് നല്ല വശം എടുക്കാത്ത? എന്താ നമ്മൾ കാണിച്ചു കൊടുക്കണം? എന്താണ് നല്ല വശങ്ങൾ കാണിക്കുന്ന ആരെങ്കിലും അനുകരിച്ചു ഇന്ന സിനിമ കൊണ്ട് ഇന്ന ആള് നന്നായി വന്നു ആരെങ്കിലും പറയണ്ട. നമ്മുടെയൊക്കെ ബാല്യത്തിലും ഉണ്ടായിരുന്നു, നല്ലതും ചീത്തയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും നല്ലത് കണ്ടിട്ട് നല്ലവരായിട്ടും ഉണ്ട്. സീരിയലില് ഒന്നും കുശുമ്പും ഇതൊന്നും പകർത്തിയെടുക്കാൻ പറ്റിയ സീരിയലിൽ കാണുന്ന എന്താ വെച്ചാൽ, സത്യം പറഞ്ഞ വീട്ടിലിരുന്ന് ലേഡീസ് കാണുന്നത് ഈ നമ്മുടെ കൂടെയുള്ള പുരുഷന്മാർക്കൊരു അനുഗ്രഹമാണ്. അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? കാരണം സീരിയൽ കാണാൻ പൈസ കൊടുക്കണ്ട. ഒരു സിനിമയ്ക്ക് പോകുമ്പോ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു തിയേറ്ററിൽ പോയി കഴിയുമ്പോൾ ആ സിനിമ കാണുന്ന ആൾക്കാർക്ക് ഇരിക്കുമ്പോൾ എന്തായാലും ഒരു പോപ്കോൺ, വലിയ തിയേറ്ററിൽ പോയി പോപ്കോൺ തന്നെ കൊടുക്കണം നല്ല പൈസ. ഒരു പെപ്സിക്ക് എത്ര രൂപ കൊടുക്കണം? എല്ലാം കൂടെ ചെയ്ത് 2000 രൂപ അങ്ങ് പോകും. ഇത് സീരിയൽ കാണുന്ന ഈ ലേഡീസിന് എന്തിനു കുറ്റം പറയണു? വീട്ടിൽ ഇരുന്ന് ഒരു ചായ കട്ടൻ കുടിച്ചിരുന്ന അവർ ആ സീരിയൽ കണ്ടോട്ടെ, സമാധാനമായിട്ടിരുന്ന് കണ്ടോട്ടെ. അതിനിപ്പോ വല്ല പ്രശ്നമുണ്ടോ? പൈസ കൊടുക്കാതെ കാണുന്ന ഒരു സംഭവമല്ലേ, മുതൽ മുടക്കില്ല, അത് ഇരുന്ന് കാണാൻ പറ്റിയതാണ് സീരിയല്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു സീരിയൽ ചെയ്യുന്നുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ അതിൽ നല്ലൊരു അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത്. ഞാൻ പറഞ്ഞത് സീരിയലുകൾ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് അതിനകത്ത് വേറെ എന്താ പറയാ, അതിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ അനുകരിക്കാൻ എത്ര സീരിയലിൽ നല്ല വശങ്ങളുണ്ട്. എന്തുകൊണ്ട് അത് ലാസ്റ്റ് ക്ലൈമാക്സ് വരുന്നത് എങ്ങനെയാണ്? സീരിയലിൽ ക്ലൈമാക്സ് വരുന്നത് എപ്പോഴും നല്ല രീതിയിലായിരിക്കും. അല്ലാതെ സിനിമ സീരിയലൊന്നും ജീവിതത്തെ ബാധിക്കുക എന്നുള്ള ഒരിക്കലും അത് പറയുന്നത്, ഞാൻ പറയുന്നത് അത് ഉഡായിപ്പെന്നേ ഞാൻ പറയുള്ളൂ ആ പറയുന്ന ആൾക്കാരെ. പിന്നെ കമന്റ് ഇടുന്നവർ ഇട്ടോണ്ടേയിരിക്കും. അത് നോക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് തളരാൻ നേരമുള്ളൂ. ഞാൻ എൻ്റെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു, ഞാൻ ഇതുവരെ ഒരു ഡ്രിങ്ക്സ് പോയിട്ട് ലഹരിയുള്ള ഒരു വസ്തുക്കളും ഞാൻ ഉപയോഗിക്കില്ല എന്ന് ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. പക്ഷെ ഞാൻ ഇവരുടെ കൂടെ ഏത് സമയത്ത് ഇരിക്കാൻ തയ്യാറാ. എനിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടമാണ് കുടിക്കുന്നവരെ. കാരണം അവർ കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു മനസ്സിന് സന്തോഷം അവരുടെ സംസാരിക്കും. ഞാനെതിര് പറയാറില്ല. ഞാൻ ഇപ്പോൾ എവിടെയെങ്കിലും ബാറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ എന്നെ കണ്ടണം ഇപ്പോൾ പറയും, അയ്യോ ഇവളത് ഇരിക്കണം. ഞാൻ പോയിരിക്കാറുണ്ട്, വല്ല സുഹൃത്തുക്കൾ വരുമ്പോൾ വിളിക്കും, ഞാൻ പോയിരിക്കും. പക്ഷെ ഞാൻ ഇരിക്കുന്നത് എന്താണ്, ഞാൻ അവിടെ പോലേക്ക് എന്തെങ്കിലും ഇരുന്ന് കണ്ട് ആസ്വദിച്ച് ഇരിക്കുന്നില്ല. കാരണം നമ്മുടെ മനസ്സാണ്, നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിച്ചല്ല ജീവിക്കേണ്ടത്. നമുക്കൊരു ഇതുണ്ടാവും. ഈ ഞാൻ പോയാലും കുടിച്ചാലും പറയും, കുടിച്ചില്ലെങ്കിലും പറയും ഫിറ്റാന്ന് പറയും. എന്തിനു പറയണവര് പറഞ്ഞോട്ടെ, അവർക്കൊരു സുഖം കിട്ടണല്ലേ. അതുകൊണ്ട് അവർക്കൊരു ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ അവരിന്ന് പറയട്ടെ. പക്ഷെ ഞാൻ പിന്നെ പറയും, ഇതേ അവസ്ഥ അവർക്ക് ഒരു ദിവസം വരും. അന്ന് അവർ ചിന്തിക്കും, ഓ ഞാൻ അവരെ കുറിച്ച് എന്തിനാ അത് പറഞ്ഞതെന്ന്. ഒരു വ്യക്തിയെ നമ്മൾ അടുത്ത് സംസാരിച്ച്, ഇപ്പൊ ഞാനും ചേട്ടനും പരിചയപ്പെട്ടൊന്ന് കുറച്ചേരം സംസാരിച്ച് കഴിയുമ്പോഴാണ് ഞാൻ എന്താണെന്ന് ആ ചേട്ടന് മനസ്സിലാവുക. ദൂരെ നിന്ന് നോക്കുന്നവർക്ക് എപ്പോഴും അവരൊരു വല്ലാത്തൊരു സംഭവമായിട്ട് മനസ്സിൽ കിടക്കും. അതാ ഞാൻ പറയണ, ഞാൻ ഒരാളെ കുറിച്ച് അങ്ങനെ കുറ്റം പറയാറില്ല. കാരണം എനിക്ക് താല്പര്യമില്ല കുറ്റം പറയാൻ. അവരെന്തോ ആയിക്കോട്ടെ, നമ്മളെന്തിനാ അത് ചിന്തിക്കുന്നത്? അവരുടെ ഇഷ്ടം, അവരെന്ത് വേണം കാണിക്കട്ടെ. നമ്മളായിട്ടുള്ളത് നോക്കും. ഇപ്പൊ എന്നോട് എങ്ങനെ താങ്കൾ സംസാരിക്കുന്നത് വെച്ചാൽ, ഞാൻ ചേട്ടൻ ഞാനും കൂടെയുള്ള ഞങ്ങളുടെ സംസാരം ഞങ്ങൾ നോക്കും. എനിക്ക് ചേട്ടൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ പണ്ടേ പറയും, നമസ്കാരം കേട്ടോ, എന്നെ വിട്ടേക്കുന്നത്. ഇത്രയല്ലേ കാര്യം അല്ലേ? എന്തിനാണ് അതിന് മാത്രം വലിയ പ്രശ്നമാക്കി ഇങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നോർമലി നോക്കുമ്പോ മലയാളികൾക്ക് ഉള്ളതാണ് അപ്പുറത്ത് എന്താ നടക്കണേന്നൊരു എക്സൈറ്റ്മെന്റ്. അത് ഉറപ്പായിട്ടുണ്ടല്ലോ. ഇവിടുത്തെ കറണ്ട് പോയി കഴിഞ്ഞാൽ ആദ്യം അവിടെ കറണ്ട് പോയോ, അവിടെ കറണ്ട് പോകും, അവിടെയും കറണ്ട് പോയി ഇല്ലേ? അത് നമ്മള് ഗ്രാജുവലി നമുക്ക് ഉള്ളതാണ്. അത് മാറ്റിയെടുക്കാൻ ജീവിതത്തിൽ സാധിക്കില്ല. അത് അങ്ങനെയാണ്. അപ്പൊ ഈ പറഞ്ഞ ഇതൊക്കെ സാഹിത്യത്തിലും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. നല്ല കഥാപാത്രങ്ങളും ചീത്ത കഥാപാത്രങ്ങളും മദ്യപിക്കുന്നവരും ഇങ്ങനെയൊക്കെ സാഹിത്യം എത്രയോ സിനിമകൾ പ്രചോദനമായിട്ട്. നമ്മുടെ സൂപ്പർ ജെമിനി തന്നെ ഈ പടത്തെ കുറിച്ച് ഞാൻ പറയാം. ഒരു പുതിയ ഡയറക്ടർ, പുതിയ പ്രൊഡ്യൂസർ, അവരുടെയൊക്കെ ആഗ്രഹം കൊണ്ടൊരു പടം എടുത്ത് വരുന്നതാണ്. ഒരു ചെറിയൊരു പടമാണത്. ഇത് ഭയങ്കരമായിട്ട് സ്റ്റാറൊക്കെ അങ്ങ് നിറഞ്ഞ് തിങ്ങി നിൽക്കുന്ന ഒരു പടമൊന്നുമല്ല. സാധാരണ നാട്ടുപ്രദേശത്ത് നടക്കുന്ന കുറച്ചൊരു പെൺകുട്ടിയുടെ കഥയാണ് ഈ പടം. പക്ഷെ ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഇത് ആഗ്രഹം കൊണ്ട് ഓരോരുത്തർ പടങ്ങൾ എടുത്ത് വരുമ്പോൾ അത് നമ്മൾ എങ്ങനെയെങ്കിലും
അത് നല്ല രീതിയിൽ വന്ന് അത് സംസാരിച്ച് അത് വിജയിപ്പിച്ച് പ്രേക്ഷകരൊക്കെ കണ്ട് അവരെ നല്ല രീതിയിലൊരു പടം അടുത്ത് ചെയ്യാനുള്ള, കാരണം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ പ്രൊഡ്യൂസറാണെങ്കിലും സാമ്പത്തികം ഇറക്കി ഈ പടം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒന്നും കണ്ടിട്ടല്ല, ഇത് ലാലേട്ടനോ മമ്മൂക്കയോ ഒന്നും ചെയ്യുന്ന പടമല്ലല്ലോ. അവരുടെ ഒരു ഇതിന് വേണ്ടി അവർ അതുപോലെ എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഈ പടം ചെയ്തിട്ടുണ്ടാവുക. ഇതിനകത്ത് ഞാൻ പറഞ്ഞേ, ഈ പടം ഇപ്പോൾ ഞാൻ വീണ്ടും പറയാം, ഈ പടം ഒരു കൊച്ചു പടമാണെങ്കിലും മീനാക്ഷി എല്ലാവർക്കും അറിയാവുന്ന കുട്ടി, ആ കുട്ടിയാണെങ്കിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നല്ല പാട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ തന്നിരിക്കുന്ന ക്യാരക്ടർ ഒരു സ്പേസ് എന്ന് പറയുകയാണെങ്കിൽ അതുപോലത്തെ ക്യാരക്ടേഴ്സാണ് ഞങ്ങൾക്കൊക്കെ തന്നേക്കണത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ വളർന്നു വരുന്ന ഡയറക്ടറാണെങ്കിലും പ്രൊഡ്യൂസേഴ്സിനാണെങ്കിലും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്തവരെ മുന്നോട്ട് കൊണ്ടുവരാന്നല്ലേ ഉള്ളൂ. സിനിമ എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഒരുപാട് വർത്തമാനം പറഞ്ഞു, സിനിമ അതാണ് ഇതാണ്. സിനിമയിൽ ഒരു കുഴപ്പമില്ല, എല്ലാവരും ചെയ്യുന്ന ജോലി സ്ഥലം പോലെ തന്നെയാണ് സിനിമ. പക്ഷെ അത് നമ്മൾ എടുക്കുന്ന റൂട്ടാണ് ശരിയാവേണ്ടത്. ഇപ്പം ഞാനൊരു അഭിനയിക്കാൻ പോകുന്ന ആളാണ്, ഞാൻ 10-25 വർഷം കഴിഞ്ഞ ആളാണ് ഞാൻ ഈ ഫീൽഡിൽ. എനിക്ക് 30 അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ, അതെന്തറിയോ വന്നതാണ്. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ഓക്കെ 30 ആയിക്കോട്ടെ. ഇനി എന്തായാലും 30 അല്ല, ഇനിയിപ്പോ 30 കൂടാൻ ചാൻസ് ഇല്ല. എന്റെ ഏജ് ഇങ്ങനെ കൂട്ടാനുള്ള പരിപാടിയാണ്. അതിലൂടെ എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് വേറെ കാര്യമുണ്ട്, എന്നെ അന്ന് കാണാൻ തുടങ്ങിയതാണ്, വധു ഡോക്ടറാണ് തൊട്ടൊക്കെ ഉണ്ട്, പടത്തിലൊക്കെ ഉണ്ട്. പിന്നെ എത്ര വർഷമായി ഞാൻ വന്നിട്ട്, ഞാൻ പിന്നെ അന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നിന്ന് പോണു അല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താ വെച്ചാ, സിനിമയിൽ വരുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ലാത്തൊരു ജോലി സ്ഥലമാണ് സിനിമ. എല്ലാരും പറയൂ സിനിമയിൽ പോയി എന്താണ് ഉദ്ദേശിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് പറ്റാത്ത ജോലിയാണ് നമ്മൾ ഇട്ടിട്ട് പോയിക്കൊള്ളാന്ന് ഞാൻ പറയണത്. എന്തിനത് തൂങ്ങി നിൽക്കണ്? എനിക്ക് ഒരു സ്ഥലത്ത് ചെന്നു, എനിക്ക് പറ്റില്ല, ഞാൻ ഒരു ഇംഗ്ലീഷ് അധികം ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയുന്ന ആളല്ല ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട് എന്റെ ജോലിക്ക് കിട്ടിയപ്പോൾ എന്റെ പൊന്നു സുഹൃത്ത് എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോകും. സിനിമ ഫീൽഡിലാണെങ്കിലും ഇതൊന്നും ഇവിടെ നിന്ന് ഒരു നിർബന്ധമുള്ള കാര്യങ്ങളേ അല്ല. പറ്റില്ല വേണ്ട, നമ്മൾക്ക് കഴിവുണ്ടോ, എനിക്ക് വെച്ച ക്യാരക്ടറാണ് ആ സാധനം എനിക്ക് കിട്ടിയിരിക്കുന്നത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുപോലെ അങ്ങ് പോവും. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ പടത്തിൽ തന്നെ എങ്ങനെയൊക്കെയോ പറയുന്നത് എന്നെ വിളിച്ചു, ഞാൻ പോയി അഭിനയിച്ചു. അതിനകത്ത് അഭിനയിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ചെയ്തു. പാട്ട്, ഫുഡുണ്ട്. ആ പാട്ട് നല്ല പാട്ടാണ്, നമ്മളാ ഇതിലെടുത്തില്ലേ ആ പാട്ടൊക്കെ നല്ല പാട്ടാണ്. ഒക്കെ ചെയ്തിങ്ങനെ പോവുക. അല്ലാണ്ട് ഇത് സിനിമ ഫീൽഡാണ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതോട് സത്യം പറഞ്ഞാൽ എനിക്ക് വെറുപ്പേ ഉള്ളൂ. ഇതുപോലെ ഈ പലരും സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ ധാരാളത്തിന്റെ ഒരു ലോകം എന്നാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80% ആൾക്കാരും ഇതിനകത്ത് സാധുക്കളാണ്. ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത, അതായത് എനിക്ക് കണ്ണു പറഞ്ഞു പോയിട്ടുണ്ട് പലരുടെയും അവസ്ഥ. അതായത് നമ്മളെയൊക്കെ ഒരുപാട് വർഷം എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ഇപ്പോൾ ഏജ്ഡായി അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് കടമില്ല, നോക്കാൻ ആളില്ല. ഇപ്പം അമ്മയിൽ നിന്ന് കിട്ടുന്ന പെൻഷൻ കൊണ്ട് ജീവിക്കുന്നു, മരുന്ന് വാങ്ങാനുള്ള ഇൻഷുറൻസ് കൊണ്ട് ജീവിക്കുന്നു. അങ്ങനെ ഒരുപാട്. ഇപ്പം ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്നെയും അല്ലെങ്കിൽ പ്രിയൊക്കെ കണ്ടിട്ടുണ്ട് ആൾക്കാർ. ഓക്കെ, ഇതിനകത്ത് പ്രവർത്തിക്കുന്ന അനേകരുണ്ട്, വേറെ പ്രൊഡക്ഷനിലായാലും യൂണിറ്റിൽ ഇങ്ങനെയുള്ള. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ്. ശരിക്കും ഒരു സിനിമയൊക്കെ അനാവശ്യമായിട്ട് പറയുമ്പോൾ എത്ര കുടുംബങ്ങളെയാണ് ഇത് എഫക്റ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഇതിനകത്തൊരു 20% ഒക്കെ ഉള്ള ആൾക്കാരെ ഉള്ളൂ സേഫ് സോണിൽ വന്നു കഴിഞ്ഞാൽ വീട് കഷ്ടത്തിലാകുന്ന ഒരുപാട് പ്രവർത്തകർ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്, ഒരു വ്യവസായമാണ്. ഇപ്പോൾ ഒരു ഫാക്ടറി പൂട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എത്ര ആൾക്കാരുടെ കുടുംബമായോ പട്ടിണിയിലാണ്. കുറെ അമ്മ ക്യാരക്ടറും ഒക്കെ ചെയ്തിരുന്ന അമ്മമാരെ കണ്ടിട്ട് കൈ പലർക്കും വീട് വെച്ച് കൊടുത്താൽ അവരൊക്കെ അങ്ങനെ കഷ്ടത്തിലായിരുന്നു നമ്മൾ അമ്മേന്ന് കൈനീട്ടം കിട്ടുന്ന 5000 രൂപയാണ് ഒന്നാം തീയതി കൈനീട്ടം കിട്ടുന്നത്. ആ പൈസ നോക്കിയിരിക്കുന്ന ഒരുപാട് മരുന്ന് വാങ്ങാൻ അവരുടെ ചെലവ്. മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, ആശുപത്രി പോയി കഴിഞ്ഞാൽ 5 പൈസ കൊടുക്കാതെ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ. എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ, ഞാൻ ഉള്ളത് പറയാം. ഇങ്ങനെയുള്ള അഭിനയിക്കാതിരിക്കുന്നവരെയൊക്കെ ഒരു ഫ്ലാറ്റ് പോലെ എന്തെങ്കിലും ഇവരെയൊക്കെ അവിടെ അക്കോമഡേറ്റ് ചെയ്ത് വർക്കുകൾ കൊടുത്ത് അവരെ, അതെന്താ വെച്ചാൽ നമ്മുടെ മനസ്സാണ് നമ്മുടെ ആരോഗ്യം നോക്കുന്നതെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. എനിക്കൊരു പനി പോലെ തോന്നിയാൽ നമ്മളെ മുടി പൊതിച്ച് കിടന്ന് നമ്മളോട് കിടക്കും. പനിയെ വെല്ലുവിളിക്കണം നമ്മൾ. എന്നാ വാടാന്ന് പറഞ്ഞാൽ വെല്ലുവിളിച്ച് നോക്കിയേ, പനി അപ്ലൈ പോയിട്ടുണ്ടാവും. ഇത് നമ്മളുള്ള സമയം ചുരുളാൻ നിന്ന് കഴിഞ്ഞാൽ 3 ദിവസം 4 ദിവസം അവിടെ കിടക്കണം. ഇതേപോലെ തന്നെയാണ് ഈ പാവപ്പെട്ട ഈ അമ്മമാരായിട്ട് അഭിനയിച്ച ആൾക്കാരുടെയൊക്കെ മനസ്ഥിതി. അവർക്ക് ഇപ്പോഴും അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ആരും വിളിക്കുന്നില്ലല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യും? ഒതുങ്ങുമ്പോൾ എന്താ ഇങ്ങനെ ഇരുന്നിരുന്ന് പല അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഒരു അനക്കം ഇല്ലാതെ പോകും അങ്ങോട്ട് നടക്കാൻ. ഇതിപ്പോൾ സിനിമ നമുക്ക് അവിടെ പോകണം ഇവിടെ പോകണം, നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആവും. ഇത് ഇവർ ആക്റ്റീവ് ആവാതെ അകത്തിരിക്കുകയല്ലേ. എനിക്ക് ഭയങ്കര വിഷമമാണ്.
ഞാൻ പറയും എനിക്ക് അതിന് മാത്രം സമ്പാദ്യം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും വെച്ച് തന്നെ അവരെല്ലാവരും ഉൾപ്പെടുത്തി സിനിമ എടുക്കും. പക്ഷെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോഴും എപ്പോഴും ആൾക്കാര് ഇപ്പൊ സിനിമാ ലോകത്താണെങ്കിൽ എന്ത് നെഗറ്റീവ് ആണ്, ഇപ്പൊ ഈ അടുത്ത് വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വസ്ത്രധാരണനെ പറ്റിയിട്ടാണെങ്കിലും ആ നെഗറ്റീവ് മാത്രമാണ് ആൾക്കാർ പൊക്കി പിടിച്ചു വരുന്നത്. ഇതേപോലെ ഇത്രയും നല്ല കാര്യങ്ങൾ നടക്കണമെന്നും ആരും പറയുന്നില്ല. അപ്പൊ അത് ശരിക്കും ഈ ഇപ്പൊ പബ്ലിക് ആണെങ്കിലും അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരുടെ മനോഭാവം കൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ഒരു നെഗറ്റീവ് മാത്രം പിക്ക് ചെയ്യണത്? കുറെയൊക്കെ ഞാൻ പറയട്ടെ, കുറെയൊക്കെ നമ്മള് അതൊക്കെ ഓരോരുത്തരുടെ വഴിയാണ്. ഞാൻ തെരഞ്ഞെടുത്ത വഴിയിൽ ഞാൻ പോകും, അവർ തെരഞ്ഞെടുത്ത വഴിയിലോ പോകും. അതിനി എത്ര നല്ലത് ചെയ്താലും നെഗറ്റീവ് കമന്റ്സ് ആയിരിക്കും അല്ലേ? ഇപ്പൊ ഞാനിപ്പോ ഒരുപാട് നല്ല കാര്യം ചെയ്താൽ എനിക്ക് നെഗറ്റീവ് കമന്റ്സ് വരും, തീർച്ചയാണ് അത്. അപ്പൊ അത് നമ്മൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഇതിനെ ഇറങ്ങരുത്. അതുകൊണ്ടൊരു വീടിന്റെ പാലുകാച്ചിനെ എന്നപ്പറ്റി തന്നെ വീടെന്ന് ചോദിച്ചോ പറഞ്ഞ പോലെ ഉള്ളൂ. വീടൊക്കെ പോകണം, പക്ഷെ ഒന്ന് പൊളിക്കണമെങ്കിൽ പണിയാണ്. അല്ല അപ്പൊ അങ്ങനെയും പറയുന്ന ആൾക്കാരില്ലേ? എന്തെങ്കിലും നെഗറ്റീവ് മാത്രം എന്ത് ചെയ്യാൻ പറ്റും? പോസിറ്റീവ് കാണുന്ന ആൾക്കാരുണ്ട്, എന്തെങ്കിലും നെഗറ്റീവ് അനുഭവം അങ്ങനെ പോകാനുള്ള പോകും എന്ന് വിചാരിക്കണം. ഞാൻ പറയാം, എനിക്കിപ്പോ പോണ വഴി കൂടെ ഒരു തടസ്സമില്ല, ഞാൻ മുന്നോട്ട് പോകും. ആരും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു പ്രശ്നമല്ല. നമ്മൾ അതിന് റിയാക്ട് ചെയ്യാൻ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് അല്ലേ? എന്ന് വെച്ച് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് അതിനുള്ള വേണ്ടി നമ്മൾ നോക്കുക. നമ്മൾ പൊതുവായിട്ട് ഇപ്പം ഞാനൊരു ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രിയങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ആ പൊതുവായ സ്ഥലങ്ങളിൽ എന്നെ പ്രിയങ്ക എന്ന് അറിയുന്നുണ്ട് ഇപ്പോൾ. അപ്പൊ ഞാൻ അറിയപ്പെടുമ്പോൾ ഞാൻ എൻ്റെതായ കുറച്ച് സ്പേസ് ഞാൻ കാണും, അവരോട് എങ്ങനെ സംസാരിക്കാൻ നിൽക്കണമെന്നുള്ളത് അത് എൻ്റെ ആവശ്യമാണ്. ഞാൻ അങ്ങനെ നിന്നിട്ടുള്ളൂ. ഞാൻ ആരോടും ഒരു സെൽഫി എടുക്കാൻ വന്ന ആൾക്കാരോട് പോലും പിന്നെ എടുക്കാമെന്ന് ഞാൻ പറയാറില്ല. ഞാൻ പറയും ഇനി അഥവാ എടുക്കാൻ പറ്റുന്ന സാഹചര്യം ഞാൻ വരാട്ടോ എന്നിട്ട് ഞാൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം അവരന്വേഷിക്കും അവർ പോയോ എന്ന്. കാരണം നമ്മുടെ കാര്യങ്ങൾ എപ്പോഴും അവരാണ് നമുക്കുള്ളത്. നമ്മൾ പൊതുവായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ. അവർ കണ്ടെങ്കിലേ നമുക്ക് വിജയമുള്ളൂ. ഞാൻ ഒരാളോട് പറയണേ ഇപ്പൊ എടുക്കാൻ പറ്റില്ല പിന്നെ എടുക്കാന്ന് പറഞ്ഞാൽ അവൻ നാളെ സിനിമ കാണുമ്പോൾ അവന്റെ മനസ്സിലായിക്കോ അവള് കണ്ടോ അവള് ഭയങ്കര അഹങ്കാരിയായിട്ടോ അവള് ആ പടം ഒരു ഫോട്ടോ എടുക്കാൻ അവളെ മനസ്സിലായി. എന്തിനാ നമ്മൾ അങ്ങനെ കേൾപ്പിക്കരുത് ഞാൻ എല്ലാവരോടും പറയും. അവരുടെ ആഗ്രഹം ഒരു ഫോട്ടോ എടുക്കാന്നുള്ളതാ. പിന്നെ ഫോട്ടോ എടുക്കുമ്പോ കൈയും കാലൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കാറിയണം. തമാശക്ക് പറഞ്ഞ ചേട്ടാ പ്ലീസ് കേട്ടോ അത് പറയണത് നിങ്ങൾ തൊട്ടോ എന്ന് പറയുന്നത് രണ്ടാണ് അല്ലേ? പ്രതികരിക്കുന്ന മനോഭാവം നമ്മൾ മാറ്റണം എന്നാ ഞാൻ പറയണത്. അങ്ങനെ പ്രതികരിക്കരുത് ഒരിക്കലും. എന്റെ ഒരു റിക്വസ്റ്റ് ആണത്. നമ്മളെ ആൾക്കാര് അവരാണ് നമുക്കുള്ളത്. അവര് സിനിമ ഉണ്ടെങ്കിലേ നമുക്ക് വിജയമുള്ളൂ. എന്ന് വെച്ചാൽ അവരെ നമ്മൾ ഒരുപാട് ഇതാക്കാനല്ല, അത് സംസാരിച്ച രീതി മാറ്റി കൊടുത്താൽ മതി. അപ്പൊ തന്നെ നമ്മളും ഹാപ്പി. അല്ല നമ്മൾ മിക്കവാറും ഈ ലൊക്കേഷൻ ചെല്ലുമ്പോൾ സ്റ്റിൽസിന്റെ ആവശ്യം അവർ പറയും, പക്ഷെ നമ്മൾ കോസ്റ്റ്യൂമിലായിരിക്കും, ചിലപ്പോൾ ആ ഗെറ്റപ്പിലായിരിക്കും, ആ ക്യാരക്ടർ റിവീലായി പോകും ചിലപ്പോൾ. അപ്പൊ ഇതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറയും കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട്. അതെന്താ നമ്മൾ പറയണ അങ്ങനെയാ. മറ്റൊരു എന്താ പറയാ, ചിലർ പറയും ഇപ്പൊ എടുക്കാൻ പറ്റില്ല, ആ മൂഡാണ്. നമ്മൾ മോനെ ഇത് കോസ്റ്റ്യൂം സിനിമയുടെയാണ്, ഇതിട്ട് പുറത്തു വരാൻ പാടില്ല, ഇത് മാറി നമ്മൾ വരും സുന്ദരിയായിട്ട് വരും, അപ്പൊ എടുക്കാം. രണ്ടായില്ലേ? അത് പറയാൻ എന്താ പറ്റാത്തത് ഞാൻ ചോദിക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് ചില ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പൊ എടുക്കാൻ പറ്റില്ല പറയാം. എന്ത് ആയില്ലേ? നെഗറ്റീവ് ആയില്ലേ? വേറെ മൂഡിലായിരിക്കും അന്നേരം ചിലപ്പോൾ ആ ക്യാരക്ടർ കൂടുതൽ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന പലരും പല രീതിയിലായിരിക്കും. ഞാൻ ഒരു സ്ഥലത്ത് തിരുത്തി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര കൂളായിട്ട് എല്ലാവരോടും സംസാരിക്കുക, അവരുടെ ഇടയിൽ പോയി ഫോട്ടോ എടുക്കുക ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു കുട്ടി, പേരൊന്നും പറയില്ല, ആ കുട്ടി അതിനകത്ത് നായികയാണ്, അവർ മിണ്ടാതെ മാറി നിൽക്കുക. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞ പിള്ളേരുകൾ കുറേ ആൺപിള്ളേരാണല്ലോ, ഞാൻ എല്ലാവരുമായിട്ട് കമ്പനി വേണ്ടി എല്ലാവരോടും ഞാൻ കമ്പനിയാവും. ഞാൻ ചോദിച്ചപ്പോൾ അവരെന്നോട് ചേച്ചി ആ പെണ്ണിന് എന്തൊരു അഹങ്കാരം, ഇവളുടെ പടം വന്നാൽ ഞാൻ കാണില്ല കേട്ടോ എന്ന്. അപ്പം ഞാനത് അറിയുന്നില്ല. അപ്പോൾ ഇവരുടെ മനസ്സിൽ നിന്നപ്പോൾ മോനെ നിനക്കൊരു കാര്യം അറിയോ, ആ കുട്ടി അങ്ങനെ ഇരിക്കണ എന്താ അറിയോ, അവൾക്ക് ഇന്ന് വീട്ടിൽ പോകണ്ട, അവളുടെ ആരോ കസിൻ മരിച്ചിരിക്കുക, അതിൻ്റെ വിഷമത്തിലിരിക്കുക. അപ്പോൾ ചിലപ്പോൾ ആ കുട്ടിയുടെ മൈൻഡ് വേറെ ആയിരിക്കും. എന്ന് വെച്ചാൽ അവരെ തള്ളി പറയരുത്, നാളെ അവൾ കാണുന്നത് വേറെ മൈൻഡായിരിക്കും. ഇന്ന് ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ മാനസികാവസ്ഥ പല സമയം നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ ഇവിടെ നിന്നു, നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇവിടെ നോക്കുമോ? അപ്പം അതുകൊണ്ട് അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്, എന്ത് തിരുത്തി കൊടുക്കുക. കാരണം നമുക്കതേ പറ്റൂ. അല്ല അവളെ വെറുപ്പിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ നമ്മൾ അങ്ങനെയും പറഞ്ഞാൽ നമ്മുടെ ആർട്ടിസ്റ്റിനെ നമ്മൾ സേവ് ചെയ്യാറുണ്ട്. ആ അങ്ങനെയല്ലേ മോനെ, നിന്റെ സ്വഭാവമാണോ അവന്, അവൻ നിൽക്കണോ നോക്കിക്കുക, അവന്റെ സ്വഭാവം വേറെ അല്ലേ. ആ പ്രശ്നം ഞാൻ പറഞ്ഞത് അവൻ എടാ നീ ഒന്നോ രണ്ടോ ഒന്നും തല്ലൂല്ലേ? ആ തല്ലും. നീ തല്ലുവോ? ഇല്ലേ ചേച്ചി. അപ്പൊ എല്ലാവർക്കും പല സ്വഭാവമാണ്. നമ്മൾ 5 പേരിലും ഒരുപോലെയല്ല.
ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ പറഞ്ഞു കൊടുക്കും, വേണമെങ്കിൽ കേൾക്കട്ടെ അല്ലേ. സിനിമ കണ്ടിപ്പോ ഓരോന്നും ചെയ്ത് നമ്മൾ പറഞ്ഞ് നേരിട്ട് ലൈവ് പറഞ്ഞു കൊടുക്കുന്നില്ലേ. ശരിയാ, ഇത്രയും പറഞ്ഞല്ലോ, ഇനി നിങ്ങൾ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിനകത്ത് എല്ലാ വിധത്തിലുള്ള ക്യാരക്ടേഴ്സും വരും. അതാണ് അതിന്റെ ഒരു വർമ്മ ഭംഗി എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം കൂടെ വരുന്ന ഒരു സിനിമയാണ് സൂപ്രജനി. അതെ, ഈ നമ്മുടെ ലൊക്കേഷനിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതേപോലെ ജോളി ആയിട്ട് ഞാൻ എപ്പോഴും ലൊക്കേഷനിൽ, ഞാൻ എന്റെ ലൊക്കേഷനിൽ വരുമ്പോ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ലൊക്കേഷൻ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ നല്ലോണം സംസാരിച്ചിരിക്കും. നമ്മളെ കൂടെ വരാത്ത ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും, താല്പര്യമില്ലാത്ത ഒരു ബുക്ക് വായിക്കുകയോ മൊബൈൽ വിളിക്കുകയോ അവർ പോയിക്കോട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്പേസ് ഉണ്ട്, ഞങ്ങൾക്ക് പലതും പറയാനുണ്ട്, ഞങ്ങൾ അടിച്ചു പൊളിച്ച് നമ്മൾ അല്ലേ. ഇവിടെ ഇപ്പൊ ചേച്ചി ഇന്റർവ്യൂല് വന്നിട്ട് ഇത്ര സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലായല്ലോ, ലൊക്കേഷൻ അടിപൊളിയായിട്ട് നമ്മളങ്ങനെ നമ്മളെ സന്തോഷിക്കാൻ വേണ്ടി വരണം, ദുഃഖിക്കാൻ വേണ്ടി പോകണമല്ല. നമ്മള് വർക്ക് ഇത്രയും നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് അതെ, മൂടോട്ടാണ് പരിപാടി. അപ്പൊ നമ്മുടെ ഇങ്ങനെ സിനിമ റിലീസിന് എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? വളരെ ചിലവ് കുറച്ച ബഡ്ജറ്റിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പം മുഖ്യധാരയിൽ അതുപോലെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളായിരിക്കത്തില്ല. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ ഒരു ചെറിയ പടമാണ്, പക്ഷെ എന്നാൽ ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്. അതെ, ചെറിയ പടമാണെങ്കിലും അതിനകത്തൊരു കഥയുണ്ട്. പിന്നെ മീനാക്ഷി എല്ലാവർക്കും അറിയാം, ആ കുട്ടി അതിനകത്ത് ആദ്യമായിട്ട് നായികയായിട്ട് അഭിനയിക്കുന്ന ഒരു പടം. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ പുതിയ ഡയറക്ടർ, പുതിയ പ്രൊഡ്യൂസർ, ഞങ്ങളെപ്പോലുള്ള കുറേ ആർട്ടിസ്റ്റുകൾ എല്ലാം കൂടെ ചേർന്ന ഒരു എന്താ പറയുക, ഒരു നാട്ടിൻ പ്രദേശത്ത് നടക്കുന്ന ഒരു ചെറിയൊരു കഥ. അപ്പോൾ അത് പ്രേക്ഷകർ വേണം തിയേറ്ററിൽ തന്നെ പോയി കണ്ട് വിജയിപ്പിക്കുക. ഒരു 100 കോടിയിലേക്കൊന്നും പോയില്ലെങ്കിലും സാധാരണ കൊള്ളാം എന്നുള്ള അത് മാത്രം നിങ്ങൾ ചെയ്തു തന്നാൽ നമുക്ക് 100-200 കോടിയൊന്നും വേണ്ട മക്കളെ. നമുക്ക് ഈ പടം പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും നമ്മുടെ മീനാക്ഷിക്കും നമ്മളെല്ലാവരും അഭിനയിച്ച. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമാട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നിങ്ങളാണെങ്കിലും ഒരുപാട് നല്ല ക്യാരക്ടേഴ്സിലൂടെ ഞങ്ങളുടെ മുന്നിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.